പാലക്കാട് ജില്ലയിൽ ചൂട് കനക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ജില്ലയിൽ ചൂട് കൂടുകയാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. നിഖിൽ പ്രമേഷ് ചൂടിൻ്റെ വിവരങ്ങളുമായി ചൂടോടെ പാലക്കാട് നിന്ന് പറയൂ. നിഖിൽ പ്രമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പാലക്കാട് കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ തരത്തിൽ ചൂട് ഇങ്ങനെ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ചൂടിൻ്റെ തോത് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പുറത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് അത് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. ഇപ്പോൾ രാവിലെ ഏതാണ്ട് 9:53 സമയം. ഇപ്പോൾ തന്നെ വെയിലിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 12 മണിയാകുമ്പോഴേക്കും ഈ തുറസ്സായ ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇന്നലെയാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില ജില്ലയിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യം. അതായത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് വിവിധ വെതർ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പകൽ സമയങ്ങളിൽ പാടത്തും മറ്റും ജോലി ചെയ്യുന്ന കർഷകർ, അവരെ പോലുള്ള ആളുകൾക്കൊക്കെയാണ് ഇത് വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഈ തൊഴിൽ സമയം നേരിയ തോതിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് 12 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ പരമാവധി ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള കച്ചവടക്കാരോടൊക്കെ ചോദിക്കാം. നിങ്ങളൊക്കെ ഈ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ, ചൂട് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ 2 ദിവസം പിടിച്ച് ഭയങ്കര ചൂടാണ്. ചൂട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ പുറത്തിറങ്ങുന്നത് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. പണിയെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. കുഴപ്പമില്ല, അങ്ങനെ പോണു. ചൂട് കാലമാണല്ലോ. നമ്മുടെ ഇളനീര് കച്ചവടമൊക്കെ എന്ന് പറയുന്നത് ചൂട് വരണല്ലോ. കച്ചവടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോൾ 2 ദിവസം പിടിച്ച് നല്ല കച്ചവടമാണ്. ഇപ്പോൾ കരിക്ക് ഭയങ്കര ഇതായിട്ട് പോകുന്നുണ്ട്. ടൈറ്റാണ്, സാധനം കിട്ടുന്നില്ല. സാധനം വരുന്നത് ചിറ്റൂർ, മേനാമ്പാറ ഈ ഭാഗത്താണ് വരുന്നത്. സാധനം കിട്ടാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ചൂട് രേഖപ്പെടുത്തുന്നത് 35 ഡിഗ്രിക്ക് മുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലയിൽ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചേച്ചി, ചൂട് എങ്ങനെയുണ്ട്? ചൂട് എവിടേക്ക് പോവാ? ഞങ്ങള് സനാതന ക്ലാസ്സിന് പോവാണ്, കദളി വനത്തില്. പകലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലേ? ശരി, അപ്പൊ ഇതാണ് ആളുകൾ പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ തണലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെക്കാളും തുറസായ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് കഷ്ടം. എന്തായാലും അവരൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.